രക്ഷയുടെ പാതയിൽ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേൻ, ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ സ്നേഹവും സന്തോഷവും സമാധാനവും എല്ലാവർക്കും ആശംസിക്കുന്നു. 6-ാം ക്ലാസ്സിലെ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുന്ന ഈശോ എന്ന പാഠഭാഗമാണ് നിങ്ങളുമായി ഇന്ന് പങ്കുവയ്ക്കുന്നത്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥനയോടെ ആരംഭിക്കാം. കാരുണ്യവാനായ ഈശോയെ, അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് ഈ ക്ലാസ്സിൽ കേൾക്കുവാൻ പോകുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാകുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള കൃപ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് അങ്ങ് പ്രകാശം നൽകണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കാറുണ്ടോ? ഈശോയോട് നമ്മുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ പറയാറുണ്ടോ? പറയാറുണ്ട്. നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലോട്ട് കടന്നു വരാം. യഹൂദർക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ദേവാലയമായിട്ട് ജെറുസലേമിലുള്ള ദേവാലയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ആണ്ടിലൊരിക്കലോ തിരുനാളുകളിലോ അവർ ജെറുസലേം ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി ആരാധിക്കുകയും സ്തുതിക്കുകയും വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെ അവർ ഒരുമിച്ച് കൂടുന്ന പ്രാർത്ഥന ആലയത്തെ പറയുന്ന പേരാണ് സിനഗോഗ്. ഈശോയും താൻ ജനിച്ച് വളർന്ന നസ്രത്തിലുള്ള സിനഗോഗിലോട്ട് പോകാറുണ്ട്. ഈശോ പതിവ് പോലെ നസ്രത്തിലുള്ള സിനഗോഗിലോട്ട് ഈശോ പ്രവേശിക്കുകയാണ്. ഈശോയ്ക്ക് അവിടെ വായിക്കുവാനായിട്ട് വിശുദ്ധ ഗ്രന്ഥഭാഗം നൽകപ്പെട്ടു. യഹൂദർക്ക് പഴയ നിയമം മാത്രമേ ഉള്ളൂ, പുതിയ നിയമം ഇല്ല. ഈശോയ്ക്ക് ലഭിച്ചത് ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം. അതിലെ വചനഭാഗം ഇതാണ്: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് മോചനവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഈശോയ്ക്ക് കിട്ടിയ വചനഭാഗം ഇതാണ്. എന്തുകൊണ്ടായിരിക്കാം ഈശോയ്ക്ക് ഈ വചനഭാഗം ലഭിച്ചത്? കുഞ്ഞുങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതിന് വ്യക്തമായ ഉത്തരമുണ്ട്. ഈശോ 30 വർഷക്കാലം തൻ്റെ മാതാപിതാക്കളോടൊപ്പം അവരെ സഹായിച്ചും ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ ഈശോ വളർന്നു. 30 വർഷക്കാലം. അതിനുശേഷം ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിലോട്ട് ഈശോ പ്രവേശിക്കുകയാണ്. പരസ്യ ജീവിതത്തിൽ താൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഈശോ വായിച്ച ഈ വചനഭാഗത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നു. മനുഷ്യരായ നമ്മളുടെ എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാനായിട്ടാണ് ഈശോ ഈ ലോകത്തിലോട്ട് കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈശോയെ സമഗ്ര വിമോചകൻ എന്ന് പറയുന്നത്. ഈശോ സമഗ്ര വിമോചകനാണ്. തൻ്റെ പരസ്യ ജീവിത കാലത്ത് ഈശോ പ്രധാനമായും 5 ദൗത്യങ്ങളാണ് ഈശോ ചെയ്യുന്നത്. നേരത്തെ നമ്മൾ അത് വായിച്ചു കേട്ടു. അതിൽ ഒന്നാമത്തെ ദൗത്യം എന്താണ് എന്ന് പറയാൻ പറ്റുമോ? കാതറിൻ പറയുന്നുണ്ട്. ഒന്നാമത്തെ ദൗത്യം ദരിദ്രർക്ക് സുവിശേഷം. വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമായിട്ടാണ് ഈശോ ഈ ദൗത്യത്തെ കാണുന്നത്. എല്ലാ ദൗത്യങ്ങളും പ്രധാനപ്പെട്ടതാണെങ്കിലും പ്രഥമമായ ദൗത്യം ദരിദ്രർക്ക് സുവിശേഷം.
ഈശോ ശിഷ്യന്മാരോടൊപ്പം മലമുകളിൽ പ്രാർത്ഥിക്കാനായിട്ടും പഠിപ്പിക്കാനായിട്ടും പോയപ്പോൾ മലമുകളിൽ വെച്ച് ശിഷ്യരോട് പറഞ്ഞ വചനഭാഗത്തിലെ ആദ്യത്തെ ഭാഗം ഇതാണ്: ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവരുടേതാണ്. കുഞ്ഞുങ്ങളെ, ആരാണ് ആത്മാവിൽ ദരിദ്രർ? പറയുവാൻ പറ്റുമോ? സിജോ, ആരാണ് ആത്മാവിൽ ദരിദ്രർ? സിജോ എന്തൊക്കെയോ പറയുന്നുണ്ട്, മാഷ് പറയാം. ബൈബിള് നമ്മളെ പഠിപ്പിക്കുന്നു, വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നു, സമ്പത്തിലും ഭൗതികതയിലും ആശ്രയിക്കാതെ ഈശോയുടെ കരുണയിലും പരിപാലനയിലും പൂർണ്ണമായി ആശ്രയിക്കുന്നവരാണ് ആത്മാവിൽ ദരിദ്രരായവർ. അവർ ദൈവരാജ്യം കാണുമെന്ന് ഈശോ സാക്ഷ്യപ്പെടുത്തുന്നു. രണ്ടാമതായിട്ടുള്ള ദൗത്യം എന്താണ്? രണ്ടാമതായിട്ടുള്ള ദൗത്യം കരോളിൻ പറയാൻ പറ്റുമോ? രണ്ടാമത്തെ ദൗത്യം എന്താണ്? കരോളിൻ പറയുന്നുണ്ട്, ബന്ധിതർക്ക് മോചനം. ബന്ധിതർക്ക് മോചനം. പാപത്തിൻ്റെതായ ബന്ധനങ്ങളിൽ നിന്നും പിശാചിൻ്റെതായ അടിമത്തത്തിൽ നിന്നും നമ്മളെ മോചിപ്പിക്കാനാണ്, നമ്മളെ രക്ഷിക്കാനാണ് ഈശോ ഈ ലോകത്തിലോട്ട് കടന്നു വന്നിരിക്കുന്നത്. നമ്മൾ ബൈബിളിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ തളർവാദം പിടിപെട്ട് തളർവാദ രോഗിയെ ഒരു കൂട്ടം ആളുകൾ ഈശോയുടെ അടുക്കലോട്ട് കൊണ്ടുവരികയാണ്. ഈശോയുടെ ചുറ്റും നിറച്ച ആളുകളാണ്. ഈശോയുടെ പ്രബോധനങ്ങൾ കേൾക്കുവാനായിട്ട് ആളുകൾ അവിടെ തിങ്ങിക്കൂടിയിരിക്കുക. ഈ തളർവാദ രോഗിയെയും കൊണ്ട് അവർക്ക് ഈശോയുടെ അടുക്കലോട്ട് എത്താൻ വേറെ വഴിയില്ല. അവരെന്ത് ചെയ്തെന്നോ? അവർ ഈശോ പഠിപ്പിച്ചിരുന്ന ഭാഗത്തുള്ള മേൽക്കൂര പൊളിച്ചു മാറ്റി 4 പേര് തളർവാദ രോഗിയെ ഈശോയുടെ അടുക്കലോട്ട് കൊണ്ടുവരികയാണ്. ഇവരുടെ വിശ്വാസം കണ്ട ഈശോ ഉടനടി പറഞ്ഞ കാര്യം, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഈശോ അവിടെ വ്യക്തമാക്കുന്നത്, ഭൂമിയിൽ പാപങ്ങൾ മോചിക്കാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് ഈശോ ഈ അത്ഭുതത്തിലൂടെ അവിടെ സ്ഥാപിക്കുകയാണ്. തളർവാദ രോഗിയെ പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ഈശോ രക്ഷിക്കുക. നമ്മുടെ പാപങ്ങളെയും നമ്മുടെ രോഗങ്ങളെയും മാറ്റാൻ കഴിവുള്ളവനാണ് നമ്മുടെ ഈശോ. കുഞ്ഞുങ്ങളായി നമ്മൾക്ക് ആ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. പിന്നീട് ഈശോ ഗലീലയിലെ കഫർനാമിൽ അവിടെ ഒരു സിനഗോഗിൽ ഈശോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പിശാചു ബാധിതൻ അവിടേക്ക് കടന്നു വരികയും ഈശോയോട് ചോദിച്ചു, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നുവെന്ന്. ഈശോ അവനെ ശാസിക്കുകയാണ്. ഈശോയുടെ ശാസന കേട്ട പാതി അശുദ്ധാത്മാവ് ആ മനുഷ്യനെ അവിടെ തട്ടിയിട്ടിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇതെല്ലാം കണ്ടപ്പോൾ ഫരിസയ പ്രമാണികൾക്ക് അത്ഭുതമായി. എന്തൊരു ആധികാരികമായും എന്തൊരു ശക്തിയോടും കൂടിയുള്ളതാണ് ഈശോയുടെ വാക്കുകൾ. അവർ അത്ഭുതപ്പെട്ടു. നമ്മുടെ ഈശോ അങ്ങനെയാണ്. ഈശോയുടെ വാക്കുകൾ വളരെ അർത്ഥവത്താണ്. മനുഷ്യ വംശത്തിൻ്റെ പാപത്തിൻ്റെയും രോഗത്തിൻ്റെയും അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാനായിട്ട് കഴിവുള്ളവനാണ് നമ്മുടെ ഈശോ. നമ്മൾ മറ്റുള്ളവരോട് പറയണം, നമ്മുടെ ഈശോ ഇങ്ങനെയാണ്. ഇനി ഈശോ മൂന്നാമതായിട്ട് ഈശോയുടെ ദൗത്യം എന്താണ്? മൂന്നാമത്തെ ദൗത്യം ഒന്ന് പറയാൻ പറ്റുമോ? ഡെൽവിൻ ഒന്ന് പറഞ്ഞേൻ. മൂന്നാമത്തെ ദൗത്യം എന്താണ് ഡെൽവിൻ? ഡെൽവിൻ പറയുന്നുണ്ട്, അന്ധർക്ക് കാഴ്ച. ഈശോയും ശിഷ്യന്മാരും നടന്നു പോകുമ്പോൾ ഈശോയും ശിഷ്യന്മാരും വഴിയരികിലൂടെ നടന്നു പോവുകയായിരുന്നു. ജന്മന അന്ധനായ ഒരു വ്യക്തിയെ അവിടെ കണ്ടു. അപ്പോൾ ശിഷ്യന്മാർക്ക് സംശയമായി, എന്തുകൊണ്ടായിരിക്കാം ഇവൻ ജന്മന അന്ധനായത്? നമ്മളിൽ പലർക്കും തോന്നാറുണ്ട്, എന്തുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ സംഭവിച്ചത്? ഇവൻ ഇങ്ങനെ സംഭവിക്കേണ്ടതല്ലല്ലോ. കുഞ്ഞുങ്ങളായി നമുക്കും ചിലപ്പോൾ തോന്നാം, എന്തുകൊണ്ടായിരിക്കും എനിക്കിങ്ങനെ സംഭവിച്ചത്? ഞാൻ പ്രാർത്ഥിക്കാറുണ്ടല്ലോ.
അപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഇവൻ അന്ധനായത് ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെയോ പാപത്തിൻ്റെ ഫലമാണോ? ശിഷ്യന്മാരുടെ സംശയ, നമ്മുടെ പലരുടെയും സംശയമാണത്. ഈശോ അവിടെ വ്യക്തമാക്കുന്നു, ഇവൻ അന്ധനായി തീർന്നത് ഇവൻ്റെ മാതാപിതാക്കളുടെ പാപനിമിത്തമല്ല, മറിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. ഈശോ ഈ വചനം പറഞ്ഞതിന് ശേഷം തുപ്പല് കൊണ്ട് ചെളി ഉണ്ടാക്കി ഈ ജന്മന അന്ധനായ വ്യക്തിയുടെ കണ്ണുകളിൽ പുരട്ടുകയാണ്. തുടർന്ന് സീലോഹ കുളത്തിൽ പോയി അവനത് കഴുകി അവന് കാഴ്ച ലഭിക്കുന്ന അവസ്ഥ നമ്മൾക്ക് ബൈബിളിൽ കാണാം. ഈശോ അങ്ങനെ ശാരീരികമായ അന്ധതയെ ഈശോ അവിടെ മാറ്റുകയാണ്. ശാരീരികമായ അന്ധത മാത്രമല്ല, ആത്മീയമായ അന്ധതയെയും ഈശോ അവിടെ മാറ്റുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ബൈബിളിൽ ഈശോ സുഖപ്പെടുത്തിയ ഈ അന്ധനെ ഫരിസേയ പ്രമാണികൾ സിനഗോഗിൽ നിന്ന് പുറത്താക്കുകയാണ്. ഇതറിഞ്ഞ ഈശോ ഫരിസേയ പ്രമാണികളോട് സംസാരിക്കുകയും അപ്പോൾ ഫരിസേയ പ്രമാണികൾക്ക് സംശയമായി, ഞങ്ങളും അന്ധരാണോ എന്നാണോ ഈശോ പറയുന്നത്? ഈശോയുടെ മറുപടി അവിടെ വളരെ ശ്രദ്ധേയമാണ്. ഈശോ ഇങ്ങനെ പറയുന്നു, തങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നു, എങ്കിലും നിങ്ങൾ പാപം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആത്മീയമായ അന്ധതയെ ഈശോ അവിടെ വിമർശിക്കുന്നു. ഈശോ അങ്ങനെയാ, അനീതിക്കും അക്രമത്തിനുമെതിരെ ഈശോ ശബ്ദമുയർത്തി. അതിൽ സത്യത്തിൻ്റെ കിരണങ്ങൾ കണ്ടവരെല്ലാം രക്ഷയുടെ പാതയിലോട്ട് കടന്നു വന്നു. നമ്മൾ ഈശോയുടെ 3 ദൗത്യങ്ങളാണ് ഇവിടെ കണ്ടത്. ഒന്നാമത്തെ ദരിദ്രർക്ക് സുവിശേഷം, രണ്ടാമത്തെ ബന്ധിതർക്ക് മോചനം, മൂന്നാമത്തെ അന്ധർക്ക് കാഴ്ച. ഇനി മാഷ് ചെറിയ ഒരു അസൈൻമെൻറ്റ് നിങ്ങൾക്ക് തരാം. അതിലൊന്നാമത്തെ അസൈൻമെൻറ്റ് ഇതാണ്, ഈശോയുടെ ഈ 3 ദൗത്യങ്ങളിൽ നിങ്ങൾക്ക് എങ്ങനെ പങ്കുപറ്റാനായിട്ട് സാധിക്കും? നിങ്ങളത് എഴുതിയിട്ട് നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ഇതുകൂടാതെ 3 ചോദ്യഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് എടുത്ത ഈ ഭാഗത്തു നിന്ന് വരുന്നത്. അതും നിങ്ങൾ പഠിക്കണം. അതിലൊന്നാമത്തെ ചോദ്യം, സിനഗോഗിൽ പ്രവേശിച്ച ഈശോയ്ക്ക് വായിക്കാനായി നൽകപ്പെട്ട വിശുദ്ധ ഗ്രന്ഥ ഭാഗം ഏത്? 28-ാമത്തെ പേജിൽ അതിൻ്റെ ഉത്തരമുണ്ട്, ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം. രണ്ടാമത്തെ ചോദ്യം, സിനഗോഗിൽ വായിച്ച തിരുവചനത്തിലൂടെ വെളിവാക്കപ്പെട്ട ഈശോയുടെ ദൗത്യം എന്തായിരുന്നു? പേജ് നമ്പർ 29, ഒന്നാമത്തെ പാരഗ്രാഫിലുണ്ട്, ഈശോ ലോകത്തിലേക്ക് വന്നത് മർത്യരായ നമ്മെ എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനാണ്. മിശിഹ മനുഷ്യൻ്റെ സമഗ്ര വിമോചകനാണെന്ന് ഈ വചനം വ്യക്തമാക്കുന്നു. മൂന്നാമത്തെ ചോദ്യം, ഈശോ മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള അന്ധതയെ അകറ്റിയതെങ്ങനെ? 31-ാമത്തെ പേജ്, ഒന്നാമത്തെ പാരഗ്രാഫ്, ശാരീരികമായ അന്ധത മാത്രമല്ല അവിടുന്ന് നീക്കിയത്, അജ്ഞതയാകുന്ന അന്ധതയെ ജ്ഞാന വചസ്സുകളാൽ അവിടുന്ന് അകറ്റി. മാഷ് പറഞ്ഞ ഈ 2 അസൈൻമെൻറ്റുകൾ നിങ്ങൾ ചെയ്യണം. ഒന്നാമത്തെ അസൈൻമെൻറ്റ് എഴുതിയിട്ട് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. രണ്ടാമത്തെ അസൈൻമെൻറ്റ് നിങ്ങൾ വീടുകളിലിരുന്ന് അത് പഠിക്കണം. എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ സമാധാനവും സന്തോഷവും ആശ്വാസവും നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നേരുന്നു. ഈശോ മിശിഹായ്ക്കും സ്തുതി.